കാഴ്ചകളിലേക്കാണ് ഇനി പൊന്നിൻ തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. സദ്യയ്ക്കുള്ള വിഭവങ്ങൾ വാങ്ങാനും ഓണക്കോടി എടുക്കാനുമൊക്കെ ഉത്രാട പാച്ചിലായിരുന്നു ഇന്ന്. അതേസമയം തലസ്ഥാനത്ത് ചന്തകളിൽ തിരക്ക് കുറവാണെന്ന് വിഷ്ണു കരുണാകരൻ റിപ്പോർട്ട് ചെയ്യുന്നു. പച്ചക്കറികൾ വിലക്കുറവിൽ നൽകിയിട്ടും വാങ്ങാൻ ആളില്ലെന്നാണ് തലസ്ഥാനത്ത് വ്യാപാരികൾ പറയുന്നത്. മലയാളികളെല്ലാം ഓണത്തെ വരവേറ്റു തുടങ്ങുന്ന ഒരു സാഹചര്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഉത്രാടപ്പാച്ചിൽ ഇങ്ങനെ അവസാനിക്കുന്നു. ആ സമയമെല്ലാം ആളുകൾ വീടുകളിലേക്ക് മടങ്ങി എന്ന് വേണം പറയാൻ. കൂടുതൽ തിരക്കുള്ള ഒരു അനുഭവമുള്ള ഈ മാർക്കറ്റുകളെല്ലാം ഒഴിഞ്ഞു എന്ന് വേണം വ്യക്തമാക്കാൻ. വലിയ തിരക്ക് ഒരല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു. കുറച്ചു നേരമെല്ലാം ആളുകൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ഒഴുക്ക് മാത്രമാണെന്നൊക്കെയാണ് വ്യാപാരികൾ പറയുന്നത്. എന്നാലും വലിയ കച്ചവടമാണ് ഉണ്ടായത് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കില്ല. സാധാരണഗതിയിലുള്ള പഴയ ഓണക്കാലത്തിനേക്കാൾ കൂടുതൽ തിരക്ക് കുറഞ്ഞു എന്ന് പറയാം. പക്ഷേ പച്ചക്കറികൾക്കെല്ലാം വലിയ പ്രശ്നമില്ലാത്ത വിലയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്ത വിലയാണ്. എല്ലാ സാധനങ്ങളും അത്യാവശ്യം ആർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയത്. ഏതായാലും തിരുവോണം നാളെ രാവിലെ ആകുമ്പോൾ തന്നെ എല്ലാവരും സദ്യവട്ടങ്ങൾക്കായി തയ്യാറാകും. ആ തയ്യാറാകുമ്പോഴുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഇവിടെ നിൽക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കാം, വില എങ്ങനെയുണ്ട്? വില കൂടുതലാണ്. അല്ല വാങ്ങണമല്ലോ. ചേട്ടാ വില തറ വില, സാധനങ്ങൾ വാങ്ങിയ ആളില്ല. കഴിഞ്ഞ ഓണത്തിന് വന്നായിരുന്ന അപ്പോൾ ഭയങ്കര ഇതിനെക്കാളും തിരക്കല്ലേ. ഇപ്പൊ തിരക്കുണ്ടോ? അതാണ്. അപ്പോൾ വ്യാപാരികളൊക്കെ പറയുന്നത് സാധനങ്ങൾക്ക് വില വളരെ കുറവാണെന്ന്, എന്നാൽ വാങ്ങുന്നവർ ഇത്തിരി വില കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഓണം എന്തായാലും വലിയ തോതിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഓണം എത്തി. നാളെ രാവിലെ തിരുവോണമാണ്. തിരുവോണത്തിന്റെ ആഘോഷം എന്തായാലും ഓരോ മലയാളികളും അറിഞ്ഞാഘോഷിക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും തിരുവോണത്തിന് മുമ്പുള്ള ഉത്രാടപ്പാച്ചിൽ എങ്ങനെയായിരുന്നുവെന്ന് എല്ലാവരും അനുഭവിച്ചറിഞ്ഞ ഒരു ദിവസമായി ഇത് കഴിയുന്നു. ക്യാമറ ജയസിനൊപ്പം വിഷ്ണു കരുണാകരൻ, കേരള വിഷൻ.